പിന്നെ ഇതൊക്കെ പറയുമ്പോഴും എന്താ ഈ മുജാഹിദ് മൗലവിമാരുടെ അവസ്ഥ? ഞങ്ങളൊക്കെ മുശ്രിക്കീങ്ങളാക്കുകയാണ് നിങ്ങൾ. ഞങ്ങൾ അവരൊന്നും പടച്ചോനൊന്നും കരുതിയിട്ടൊന്നല്ല മുഹ്യിദ്ദീൻ ശൈഖിനോട് പറയണത്, ബദരീങ്ങളോട് പറയണത്, അല്ലെങ്കിൽ ഔലിയാക്കന്മാരോട് പറയണത്. അവർക്ക് അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് അവർ ഞങ്ങളെ സഹായിക്കും എന്നേ ഞങ്ങൾ വിചാരിക്കണുള്ളൂ. എന്നിട്ട് ഞങ്ങളെ പേരിൽ എന്തിനാ ഞങ്ങൾ വെറുതെ മുശ്രിക്കീങ്ങളെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ശിർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആരോപിക്കേണ്ട കാര്യം എന്താ എന്നാണ് ചില സാധുക്കൾ അന്വേഷിക്കാറുള്ളത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നമ്മൾ ആരും മുശ്രിക്കാക്കണില്ല, ഒരാളെയും കാഫിറാക്കാനുമില്ല, ഒരാളെ അങ്ങനെ മുദ്രകുത്തണമില്ല. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരാൾ ഇസ്ലാമിന് പുറത്താണോ അകത്താണോ മുശ്രിക്കാണോ കാഫിറാണോ എന്ന് വിധി പറയാൻ ഒരാളെയും പടച്ചോനെ ഏൽപ്പിച്ചിട്ടില്ല. ആരാ സ്വർഗത്തിൽ ആരാ നരകത്തിൽ എന്ന് വേർതിരിക്കാൻ ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല. അത് പടച്ചോന്റെ തീരുമാനത്തിൽപ്പെട്ട കാര്യമാണ്. അത് അങ്ങോട്ട് വിടേ പറ്റുള്ളൂ. പിന്നെ നമ്മക്ക് എന്ത് പറയാം? ഇന്ന കാര്യം ചെയ്താൽ അത് ശിർക്കാണ്, ഇന്ന കാര്യം ചെയ്താൽ അത് തൗഹീദാണ്, ഇന്ന കാര്യം ഹറാമാണ്, ഇന്ന കാര്യം ഹലാലാണ്. അതുകൊണ്ട് ആ ഹലാൽ നിങ്ങൾ ചെയ്യണം, ഹറാമ് ചെയ്യരുത്. ആ തൗഹീദിൽ നിങ്ങൾ നിൽക്കണം, ശിർക്ക് നിങ്ങൾ പോകരുത്. ശിർക്കിന്റെ ന്യായങ്ങൾ ഇന്നതൊക്കെയാണ്, അതിന്റെ രൂപങ്ങൾ ഇന്നതൊക്കെയാണ്. അത് ഇന്ന ആൾ ചെയ്തു, അയാൾ ഇന്ന ആളാണ് എന്ന് മുദ്ര കുത്തുന്ന സ്വഭാവം നമ്മൾ ഒരിക്കലും സ്വീകരിക്കൂല. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കൊടുത്ത കഴിവുകൊണ്ടല്ലേ പറയുന്നത്. അപ്പൊ അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കും. എന്നാ ഞാൻ ഒന്ന് പറയട്ടെ, ഈ വാദം എവിടേക്ക് നമ്മൾ എത്തിക്കുന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞ CM മടവൂരിന്റെ കാര്യം. ആ CM മടവൂരിനെ കുറിച്ച് ഇപ്പൊ കുറച്ച് മുമ്പ് ഒരു പാട്ടിറങ്ങി അല്ലേ, CM മടവൂര് ഞങ്ങളെ പടച്ചോനാണ് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിരുന്നത്. CM മടവൂരാണ് ഞങ്ങളെ പടച്ചോനാണ്, അല്ലാതെ ആ കഴിവ് കൊടുത്തു എന്നല്ല പറയുന്നത്, പടച്ചോനാണെന്ന് പറഞ്ഞത്. അപ്പൊ അത് കുറച്ച് ഓവറായി പോയി എന്ന് ഇവിടുത്തെ സമസ്തയിലെ മുസ്ലിയാക്കന്മാർക്ക് തന്നെ തോന്നി. അപ്പൊ അവർ കുറച്ച് ആൾക്കാരൊക്കെ രംഗത്ത് വന്നു, അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ പാട്ടിറക്കിയ ആൾക്കാർ തിരുത്തല്ല ചെയ്തത്, അവരതിന് മറുപടി പറയാ ചെയ്തത്. എന്താ മറുപടി എന്നറിയോ? എങ്ങനെ ഉസ്താദെ അത് തെറ്റാകുക എന്ന് ചോദിക്കുകയാണ് അവരെ ഉസ്താദന്മാരോട് തന്നെ. എങ്ങനെ അത് തെറ്റാകുക? കാരണം എന്താ? നമ്മളെ വിശ്വാസം എന്താ? അള്ളാഹ് കഴിവ് കൊടുത്താൽ ആർക്കും എന്തും ചെയ്യാന്നല്ലേ. അപ്പൊ അള്ളാഹ് CM മടവൂരിന് എന്ത് കഴിവ് കൊടുത്തു? ഈ ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് കൊടുത്തു, പറക്കണ വിമാനം പിടിച്ചു നിർത്താനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ICUവിൽ മരണപ്പെട്ട വ്യക്തിക്ക് രണ്ടാമത് ജീവൻ കൊടുത്തു CM എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ജീവൻ കൊടുക്കാനുള്ള കഴിവ്, അതൊക്കെ അള്ളാഹ് കൊടുത്ത കഴിവാണ് CMന്. അങ്ങനെ വിശ്വസിച്ചാൽ എന്താ കുഴപ്പമൊന്നും. അതുപോലെ കുറച്ച് കാലത്തിൽ പഠിച്ചോണായിക്കോന്ന് പറഞ്ഞുകൊണ്ട് CMനോട് ഏൽപ്പിച്ചാൽ എന്താ? അള്ളാഹ് ആയിക്കൂടെ? ഈ ചോദ്യത്തിന് ഇന്ന് വരെ തൃപ്തികരമായൊരു മറുപടി പറയാൻ ഈ സമസ്തയിലെ ആളുകൾക്ക് സാധിച്ചിട്ടില്ല. എന്താ കഴിയാത്തത്? ഈ പിഴച്ച വിശ്വാസം കൊണ്ടു നടക്കണോണ്ടാണ്. ഇവിടെ എങ്ങനെ ഉത്തരം പറയാൻ പറ്റുള്ളൂ? അള്ളാഹു അഭൗതികമായ മാർഗത്തിലൂടെ നമ്മളെ രക്ഷിക്കും ശിക്ഷിക്കും ചെയ്യുന്ന ആ ഒരു കഴിവുണ്ടല്ലോ, അത് ഒരാൾക്കും അള്ളാഹു കൊടുത്തിട്ടില്ല. അത് പ്രവാചകന്മാർക്കും കൊടുത്തിട്ടില്ല, സ്വാലിഹീങ്ങൾക്കും കൊടുത്തിട്ടില്ല, ഒരാൾക്കും കൊടുത്തിട്ടില്ല. അത് കൊടുക്കൂല. അപ്പൊ മുഅ്ജിസത്തില്ലേ, കറാമത്തില്ലേ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി ഇട്ടപ്പോ പാമ്പായില്ലേ? അതുപോലെ വടി കൊണ്ട് വെള്ളത്തിൽ അടിച്ചപ്പോ ആ വെള്ളം പിളർന്നില്ലേ? അതേ വടി കൊണ്ട് തന്നെ പാറം അടിച്ചപ്പോ അവിടുന്ന് വെള്ളം ഉതിർന്നു വന്നില്ലേ? അപ്പൊ അതൊക്കെ അള്ളാഹ് കൊടുത്ത കഴിവല്ലേ എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. അത് അള്ളാഹ് കൊടുത്ത കഴിവല്ല, അള്ളാഹു അവരിലൂടെ ചെയ്ത കാര്യമാണത്. എന്താ തെളിവെന്നറിയോ? മൂസാ നബി ഫിർഔനിന്റെ മുമ്പിൽ മത്സരത്തിന് രംഗത്ത് തയ്യാറായി വന്നിക്കാണ് അല്ലേ? അപ്പുറത്ത് സാഹിര്യങ്ങള് അവരുടെ കയറും വടിയൊക്കെ ഇട്ടുകൊണ്ട് പാമ്പായി ഇങ്ങനെ വരികയാണ്. മോയിട്ട് പാമ്പായിട്ട് മൂസാ നബിന്റെ നേരെ ഇങ്ങനെ വരികയാണ്. ആ സമയത്ത് ഖുർആൻ പറഞ്ഞ എന്താ? ഫഔജസ ഫീ നഫ്സിഹി ഖീഫതൻ മൂസാ, ഫഔജസ ഫീ നഫ്സിഹി ഖീഫതൻ മൂസാ. അത് കണ്ട് മൂസാ നബി പേടിച്ചു. എന്താ മനസ്സിലാക്കണ്ടേ? നമ്മളാളുകൾ പറയുന്ന പ്രകാരമാണെങ്കിൽ എന്താ? എനിക്കൊരു കഴിവ് പടച്ചോൻ തന്നിട്ടുണ്ട്, എന്റെ കയ്യിലൊരു വടിയുണ്ട്, എന്നെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ ഈ വടിപ്പോടെ ഇടും, അതിട്ട അത് പാമ്പാകും, നിങ്ങളൊക്കെ വിഴുങ്ങും എന്ന് പറഞ്ഞ് ധൈര്യസമയം നിൽക്കല്ലേ വേണ്ടത്. മൂസാ നബി പിറകോട്ട് പോയി, പേടിച്ചു എന്നാണ്. പക്ഷേ പടച്ചോൻ പറഞ്ഞു, വഅൽഖി മാ ഫീ യമീനിക്, നിന്റെ വലത് കയ്യിലുള്ളത് അവിടെ ഇട്ടോ മൂസാ. എന്താ ഇട്ടാ സംഭവിക്കാന്ന് മൂസാ നബിക്ക് അറിയില്ല. ആ വടി അവിടെ ഇട്ടു. ഇട്ടതോടുകൂടി അത് ഉയർന്നു നിൽക്കുന്ന പത്തി വിടർത്തിയ ഒരു പാമ്പായി മാറി. ആ പാമ്പ് മറ്റുള്ളതിനൊക്കെ വിഴുങ്ങി. അപ്പോഴാണ് എല്ലാവരും അത്ഭുതപ്പെട്ടത്. അപ്പൊ സാഹിര്യങ്ങളായ ആൾക്കാർക്കാണ് അവരുടെ പൊള്ളത്തരം വേഗം മനസ്സിലാകുക. അവർക്ക് മനസ്സിലായി എന്ത്? മൂസന്റെ പാമ്പ് ഞങ്ങളെ പോലുള്ള സിഹിറിന്റെ പാമ്പല്ല. അവ മൂസക്ക് എന്തുണ്ട്?
ആ മൂസാ നബി പ്രവാചകൻ തന്നെയാണ് എന്ന് അവർ ബോധ്യപ്പെട്ടു. ആമൻതു ബിറബ്ബി ഹാറൂന വമൂസ, അവരതാ ഞങ്ങളിതാ റബ്ബിൽ മൂസയുടെയും ഹാറൂന്റെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. അവര് ആ പ്രഖ്യാപിച്ചപ്പോൾ മൂസാ നബി എന്ത് ചെയ്തു? ഫിറോൻ എന്ത് ചെയ്തു? എല്ലാരും കൂടെ കൂട്ടി അവരെ ആക്രമിക്കാൻ ചെന്നു. അങ്ങനെ അവർ ഓടി രക്ഷപ്പെട്ടു. ഓടി ചെങ്കടലിന്റെ വക്കത്തെത്തിയപ്പോ മുന്നിൽ കടല്, തിരയടിച്ചു വരുന്ന കടല്, പിറകിൽ ഹാമാനും കൂട്ടരും ഫിർഔനും കൂട്ടരും, കൂടെ ഈ അപ്പോൾ വിശ്വസിച്ച കുറച്ച് ആളുകളും മൂസാ നബിയും. എന്താ ആ സമയത്ത് ഇന്നാലമുദ്റകൂൻ, മൂസ നമ്മൾ പിടിക്കപ്പെട്ടല്ലോ, ഇനി എന്താ ചെയ്യാ? കൂടുതൽ ആൾക്കാർ പറയാണ്. അപ്പൊ എന്താ ശരിക്കും മൂസാ നബി പറയേണ്ടത്? ബേജാറാണ്ട, ആരും കരയണ്ട, പ്രശ്നം ഉണ്ടാക്കണ്ട, എന്റെ കയ്യിൽ ഈ വടിയുണ്ട്, ഞാനിപ്പോ അവിടെ അടിക്കും, അടിച്ചത് പിളരും, നമുക്കൊരു വഴി ഉണ്ടാവും, പോവും. അതാ പറഞ്ഞത്? അല്ല, മൂസാ നബി ഒറ്റ കാര്യം പറഞ്ഞു, ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, ആ റബ്ബനിക്കൊരു മാർഗം കാണിച്ചു തരാതിരിക്കില്ല. അതേതാ മാർഗം എന്നറിയില്ല, റബ്ബ് കൂടെ ഉണ്ട്, അത്രേ അറിയുള്ളൂ. അപ്പോഴാണ് അള്ളാഹ് പറഞ്ഞത് എന്ത്? നീ അടിക്ക, ആ വടി കൊണ്ട് അടിക്കാന്ന് പറഞ്ഞു. അടിച്ചു. അടിച്ചപ്പോഴാണ് അത് എന്ത് ചെയ്ത്? വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, ഒരു ഉണങ്ങിയ വഴി ഉണ്ടായി, അവർ രക്ഷപ്പെട്ടു. മറ്റൊരിലേക്ക് ഇറങ്ങി. ഇവരുടെ കയറിയതോടുകൂടി വെള്ളം കൂടും ചെയ്തു, അവരുടെ മുങ്ങിന് മരിക്കുകയും ചെയ്തു. ആലോചിച്ച് നോക്കി. അപ്പൊ മൂസാ നബിക്ക് അങ്ങനെ കഴിവ് നേരത്തെ ഉണ്ടെന്ന് മൂസാ നബിക്ക് അറിയില്ല. അത് അള്ളാഹ് അപ്പോ ആ സമയത്ത് അവരിലൂടെ ദൃശ്യമാക്കുന്നതാണ്. അതിനാണ് മുഅ്ജിസത്ത്. അത് പ്രവാചകനാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മുഅ്ജിസത്ത് കൊടുത്തത്. മനസ്സിലായിട്ടുണ്ടോ? ഇതേ വടി തന്നെയാണ് അവിടുന്ന് രക്ഷപ്പെട്ട് ചെന്ന ശേഷം ഇവർക്ക് വെള്ളമില്ല. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് എന്താണ് വെള്ളം വേണം, ഞങ്ങൾക്ക് എല്ലാ 12 ഗോത്രത്തിന് 12 ഉറവുകൾ വേണം. എന്താ മൂസാ നബിനോട് പറഞ്ഞ്? ആ വടി കൊണ്ട് അടിച്ചോ എന്ന് പറഞ്ഞു. പാറം അടിച്ചു, അപ്പൊ വെള്ളം ഒഴുകി വന്നു. ഒരേ വടിയാണ് 3 രീതിയിൽ പ്രതികരിച്ച്. അതൊക്കെ അതാത് സമയത്ത് പടച്ചോം ഇത് പ്രവാചകനാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി മൂസാ നബിയിലൂടെ ഉണ്ടാക്കി കൊടുത്തതാണ്. അതെല്ലാ പ്രവാചകന്മാർക്കും അങ്ങനെയാണ്. അതന്നെയാണ് കറാമത്ത്. കറാമത്തിനെ നമ്മൾ ആരും നിഷേധിക്കണില്ല. കറാമത്തും അത് തന്നെയാണ്. അതൊന്നും അവർക്ക് വിട്ടുകൊടുത്ത കഴിവല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്താലേ ഇതാണ് അവസാനം വലിയ ശിർക്കിക്ക് മനുഷ്യന്മാരെത്തുക, ബഹുദൈവത്വത്തിലേക്ക് മനുഷ്യന്മാരെത്തുക. അതാണ് അവസാനം CM മടവൂര് പടച്ചോനാണെന്ന് പറയേണ്ടുന്ന സാഹചര്യത്തിലും പാട്ടുപാടുന്ന സാഹചര്യത്തിലും അത് തെറ്റാണെന്ന് പറഞ്ഞ് തിരുത്താൻ പറഞ്ഞിട്ട് ഇതുവരെയും തിരുത്തിയില്ലെന്ന് മാത്രമല്ല, ആ പാട്ടിന്റെ പുതിയ എഡിഷനുകൾ ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ഒരു മുസ്ലിമായ ഒരാളെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഒരു വലിയ കല്ല് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ കല്ലിന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ ഭവ്യതയോടുകൂടി പ്രാർത്ഥിക്കുന്ന രംഗം കണ്ടു നിങ്ങൾ. അപ്പൊ നമ്മൾ പോയിട്ട് ചോദിച്ചാ, ഇത് സാധാരണ ഇവിടുത്തെ നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കളാണല്ലോ കല്ലിന് മുമ്പിലും ബിംബത്തിന്റെ മുമ്പിലും ഒക്കെ ആരാധിക്കല് പ്രാർത്ഥിക്കല്, ഇത് മുസ്ലിം അല്ലേ, ഇത് എന്തെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ. അപ്പൊ ഇവന്റെ വാദം എന്താ അറിയോ? ഇതിപ്പോ എന്താ ഈ കല്ലിന് പടച്ചോൻ കഴിവ് കൊടുത്തൂടെ? പടച്ചോൻ കൊടുത്തിട്ടുണ്ടാവും, ഉത്തരം ചെയ്യാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടാവും. ആ നിലക്കാണ് ഞാൻ പ്രാർത്ഥിക്കണ പറഞ്ഞ. അപ്പൊ പിന്നെ എന്താ ചെയ്തുകൂടാത്തത്? നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കളോട് ചോദിച്ചു നോക്കി, അവരും ആ കല്ലാണ് ദൈവം നല്ല വിശ്വസിക്കുന്നത്. അത് അവതാരങ്ങളാണ്, അതിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ട് എന്നേ വിചാരിക്കണുള്ളൂ. അപ്പൊ ഈ വിശ്വാസം എവിടേക്ക് എത്തണങ്ങൾ ആലോചിച്ച് നോക്കി.